വ്യൂവേഴ്സ്, എല്ലാവർക്കും ദിജോസ് വേൾഡിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ വീഡിയോയിലെ സക്സസ് സ്റ്റോറി കേൾക്കാൻ വേണ്ടിയിട്ട് നിങ്ങൾ റെഡിയാണോ? ഇതും നിങ്ങളെ ഒരുപാട് മോട്ടിവേറ്റ് ചെയ്യുന്ന ഒരു സക്സസ് സ്റ്റോറിയാണ് കേട്ടോ. അത് ഞാനൊന്ന് വായിക്കാം. ഞാൻ ഈ വീഡിയോയിൽ പറഞ്ഞിട്ടുള്ള ഡ്രിങ്ക്സ് ഞാൻ കുടിക്കുകയും ഹസ്ബൻഡിന് കൂടി കൊടുക്കുകയും ചെയ്തു. 3 months ആയിട്ടും റിസൾട്ട് കിട്ടാഞ്ഞത് കൊണ്ട് നിർത്തണമെന്നാണ് കരുതിയത്. ബട്ട് അടുത്ത മന്ത് കൂടി ചെയ്തിട്ട് നിർത്താമെന്ന് കരുതി കണ്ടിന്യൂ ചെയ്തു. ഡേറ്റ് മിസ്സായിട്ട് ടെസ്റ്റ് ചെയ്തപ്പോൾ പോസിറ്റീവായി. എൻ്റെ ഓവുലേഷൻ വരെയാണോ ഹസ്ബൻഡിനും കൊടുത്തത്. താൻ പറഞ്ഞതിൽ നിന്ന് വ്യത്യസ്തമായി ഞാൻ ഒരുമിച്ച് 2 ഡ്രിങ്ക്സും കൂടി എടുത്തു എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഇതിലിവർ പറഞ്ഞിട്ടുള്ളത് ഓവുലേഷൻ നടക്കാൻ വേണ്ടിയിട്ടും എഗ്ഗ് ഏറ്റവും നല്ല ക്വാളിറ്റിയോടുകൂടി വളരാൻ വേണ്ടിയിട്ടും എൻഡോമെട്രി തിക്കണാകാനും ഓവറോൾ ഇംപ്ലാന്റേഷൻ നടക്കാനും ഒക്കെ വേണ്ടിയിട്ട് നിങ്ങൾക്ക് ഫോളോ ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങളാണ്. അത് നിങ്ങൾക്ക് മാത്രമല്ല കേട്ടോ, നിങ്ങളുടെ ഹസ്ബൻഡിനും ഒപ്പം തന്നെ ഫോളോ ചെയ്യാവുന്നതാണ്. പെട്ടെന്ന് പ്രഗ്നൻ്റ് ആകാൻ വേണ്ടിയിട്ട് ഹെൽപ്പ് ചെയ്യും. ഇവിടെ ഏകദേശം 5 ടിപ്സ് ഞാൻ ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നുണ്ട്. ഇതിൽ നിങ്ങൾക്ക് ഏതെങ്കിലും ഒരെണ്ണം ഫോളോ ചെയ്താൽ മതി. അതല്ല എങ്കിൽ നിങ്ങൾക്ക് ഇവർ ഫോളോ ചെയ്തതുപോലെ 2 എണ്ണവും കൂടി ഫോളോ ചെയ്യാം. പക്ഷേ അപ്പോൾ നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കണം. ആദ്യത്തെ ടിപ്പ് ഫോളോ ചെയ്തിട്ട് ഒരുപാട് ടൈം ഗ്യാപ്പിന് ശേഷം ഫുഡൊക്കെ കഴിച്ച് വിശപ്പൊക്കെ പിന്നെയും അടുത്തൊരു വിശപ്പ് വരുന്ന സമയത്ത് മാത്രമേ അടുത്തൊരു ടിപ്പ് ഫോളോ ചെയ്യാനായിട്ട് പറ്റുള്ളൂ കേട്ടോ. അപ്പോൾ നമുക്ക് വീഡിയോ സ്റ്റാർട്ട് ചെയ്യാം. പ്രഗ്നൻസി ട്രൈ ചെയ്യാനായിട്ട് ശ്രമിച്ചു കഴിഞ്ഞാൽ ഒരുപാട് പേര് പ്രഗ്നൻസി ട്രൈ ചെയ്തിട്ട് റിസൾട്ട് കിട്ടുന്നില്ല എങ്കിൽ ഡോക്ടറെ പോയി കാണാറുണ്ട്. ഡോക്ടേഴ്സ് നമുക്ക് ഓവുലേഷൻ നടക്കാനായിട്ടുള്ള മരുന്ന് തരാറുണ്ട്. ഓവുലേഷൻ നടക്കാൻ നമുക്ക് ഇഞ്ചക്ഷൻ എടുക്കാറുണ്ട്. ഓവുലേഷൻ നടന്നു കഴിഞ്ഞതിന് ശേഷം കഴിക്കാനായിട്ട് മരുന്നുകൾ തരാറുണ്ട്. അപ്പോൾ ഇവിടെ നമ്മൾ കുറച്ച് കാര്യങ്ങൾ നമ്മളുടെ വീട്ടിൽ നിന്ന് തന്നെ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ നമ്മുടെ ചാനലിൽ സക്സസ് സ്റ്റോറീസ് ഷെയർ ചെയ്യുന്ന നാച്ചുറലി ട്രൈ ചെയ്തിട്ട് പ്രഗ്നന്റ് ആയിട്ടുള്ള ആളുകൾ ഫോളോ ചെയ്ത ടിപ്സ് നിങ്ങൾ ഫോളോ ചെയ്ത് കഴിഞ്ഞാൽ എളുപ്പത്തിൽ നിങ്ങൾക്ക് പ്രഗ്നന്റ് ആകാനായിട്ട് സാധിക്കും. അപ്പോൾ എന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. വീഡിയോ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. ഇവിടെ നമ്മൾ ചെയ്യേണ്ടത് കുറച്ച് വെള്ളം അത് നമ്മൾ പ്രിപ്പയർ ചെയ്ത് കുടിക്കുക എന്നുള്ളതാണ്. ഇവിടെ നമുക്ക് കൂടുതലായിട്ട് ഒരു എഫേർട്ടും ഇടേണ്ട ഒരു ആവശ്യമില്ല കേട്ടോ. അപ്പൊ ഇത് എന്തൊക്കെ വെള്ളങ്ങളാണ് നമുക്ക് കുടിക്കേണ്ടത്, എങ്ങനെയാണ് ഈ വാട്ടേഴ്സ് ഉപയോഗിച്ചിട്ട് നമുക്ക് പ്രഗ്നന്റ് ആക്കാനായിട്ട് സാധിക്കുന്നത് എന്ന് നോക്കിയാലോ. ആദ്യം നമ്മൾ സംസാരിക്കാനായിട്ട് പോകുന്നത് ഉലുവ വെള്ളത്തിനെ പറ്റിയിട്ടാണ്. ഉലുവ നിങ്ങൾ എല്ലാവരും കണ്ടിട്ടുണ്ടാകും. നമ്മുടെ കിച്ചണിൽ ഏറ്റവും കൂടുതൽ നമ്മൾ യൂസ് ചെയ്യുന്ന ഒരു പ്രൊഡക്റ്റാണ്. സാധാരണ ഭക്ഷണങ്ങൾ ഉണ്ടാക്കുമ്പോൾ, സാമ്പാർ ഉണ്ടാക്കുമ്പോൾ, മീൻകറി ഉണ്ടാക്കുമ്പോൾ അങ്ങനെയൊക്കെ പലപ്പോഴും പല രീതിയിൽ നമ്മൾ ഉലുവ ഉപയോഗിക്കാറുണ്ട്. ഇനി ഉലുവ ഉപയോഗിച്ച് പ്രഗ്നന്റ് ആക്കാനായിട്ട് സാധിക്കുമോ? തീർച്ചയായിട്ടും സാധിക്കും. കാരണം ഉലുവയിൽ അടങ്ങിയിട്ടുള്ള കണ്ടൻസ് നമ്മുടെ ഓവറിയുടെ ഹെൽത്ത് ഇൻക്രീസ് ചെയ്യുന്നതിനും നമ്മുടെ എഗ് ക്വാളിറ്റി ഇൻക്രീസ് ചെയ്യുന്നതിനും സഹായിക്കുന്നു. ഓവറിയുടെ ഹെൽത്തും അതുപോലെ തന്നെ നമ്മുടെ എഗ് ക്വാളിറ്റിയും ഇൻക്രീസ് ആയി കഴിഞ്ഞാൽ ബാക്കിയുള്ള ഫാക്ടേഴ്സ് എല്ലാം ഒരുമിച്ച് വന്നു കഴിഞ്ഞാൽ, അതായത് നമ്മുടെ ഫലോപ്പിയൻ ട്യൂബിന്റെ പ്രവർത്തനം നല്ല രീതിയിൽ ഉണ്ടാവുക, എൻഡോമെട്രി ലൈനിങ് കൃത്യമായിട്ട് വളരുക, ഇങ്ങനെയുള്ള ആക്ടിവിറ്റീസ് ഒക്കെ ഒരുമിച്ചൊരു ലൈനിങ്ങിൽ വന്നു കഴിഞ്ഞാൽ, ക്വാളിറ്റി ഉള്ള ഒരു സ്പേം നമ്മളുടെ ശരീരത്തിലോട്ട് എത്തിക്കഴിഞ്ഞാൽ എളുപ്പത്തിൽ നിങ്ങൾക്ക് ഗർഭിണിയാകാനായിട്ട് സാധിക്കും. അപ്പോൾ ഈ ഉലുവ വെള്ളം എങ്ങനെ നമുക്ക് പ്രിപ്പയർ ചെയ്യേണ്ടതെന്ന് നോക്കിയാലോ. തലേ ദിവസം ഒരിത്തിരി ഉലുവ എടുത്തിട്ട് നമ്മൾ വെള്ളത്തിൽ കുതിർത്താനായിട്ട് വെക്കുക. അതിനുശേഷം രാവിലെ ആ ഒരു വെള്ളത്തിൽ കുതിർത്തിയതിനു ശേഷം നല്ലപോലെ ഉലുവ കഴുകിയിട്ട് വേണം കേട്ടോ കുതിർത്താനായിട്ട് വെക്കാൻ വേണ്ടിയിട്ട്. ദെൻ അതിനുശേഷം നമ്മൾ ഉലുവ എടുത്തിട്ട് ആ ഉലുവ ഒരു പാനിലോട്ടിട്ട് നമ്മൾ 2 ഗ്ലാസ് വെള്ളം ഒഴിച്ചു കൊടുക്കുക. ഈ 2 ഗ്ലാസ് വെള്ളം ഒഴിച്ചു കൊടുത്തതിനായിട്ട് ആ ഒരു 2 ഗ്ലാസ് വെള്ളം 1 ഗ്ലാസ് ആയിട്ട് ചുരുങ്ങുന്നത് വരെ നിങ്ങൾ തിളപ്പിക്കുക. ഈ തിളപ്പിച്ചിട്ടുള്ള വെള്ളം തിളപ്പിച്ചാറിയതിനു ശേഷം നിങ്ങൾ കുടിക്കുന്നത്, ഡെയിലി നിങ്ങൾ കുടിക്കുന്നത് നിങ്ങളുടെ ഓവുലേഷൻ കൃത്യമായിട്ട് നടക്കുന്നതിന് വേണ്ടിയിട്ട് സഹായിക്കുന്നു. അതുപോലെ തന്നെ നമ്മളുടെ എഗ് ക്വാളിറ്റി ഇൻക്രീസ് ചെയ്യുന്നതിനും ഇത് ഒരുപാട് സഹായിക്കുന്നുണ്ട് കേട്ടോ. ഉലുവ സ്വാഭാവികമായിട്ടും കയ്പുള്ള ഒരു വസ്തുവാണ്. അതുകൊണ്ട് തന്നെ കൂടുതലായിട്ട് നിങ്ങൾ ഉലുവ ഇടണ്ട കേട്ടോ. കുറച്ച് ഉലുവ എടുത്ത് നിങ്ങളെടുത്ത് ഇട്ടാൽ മതി. അതിനുശേഷം നിങ്ങൾ ഗ്രാജുവലി അത് കൂട്ടുക. കൂടുതൽ ഉലുവയിട്ട് വെള്ളം കുടിച്ചു കഴിഞ്ഞാൽ ലൂസ് മോഷൻ ഉണ്ടാകാനായിട്ടുള്ള സാധ്യതയുണ്ട്. ആ ഒരു കാര്യം നിങ്ങൾ ശ്രദ്ധിക്കുക കേട്ടോ. വെറും വയറ്റിൽ നിങ്ങൾക്ക് ഈ വെള്ളം കുടിക്കാവുന്നതാണ്. ഇനിയിപ്പോൾ ജോലിക്ക് പോകുന്നവരൊക്കെയാണ് നിങ്ങൾ രാവിലെ പ്രിപ്പയർ ചെയ്യാനായിട്ട് പറ്റുന്നില്ല ചേച്ചി എന്ന് പറയുന്ന ഒരുപാട് പേരുണ്ട്. കാരണം ജോലിത്തിരക്ക് കൊണ്ട് വെളുപ്പിന് എഴുന്നേറ്റ് ഇതെല്ലാം ചെയ്ത് വീട്ടിലെ കാര്യങ്ങളൊക്കെ ഒതുക്കിയിട്ട് ഈ ഒരു ഉലുവവെള്ളം ഉണ്ടാക്കി കുടിക്കാനായിട്ട് പറ്റുന്നില്ല എന്ന് പറയുന്നവരുണ്ട്. അങ്ങനെയുള്ള ഒരു തലേ ദിവസം തിളപ്പിച്ച് ആറ്റിയിട്ട് അങ്ങോട്ട് മൂടി വെച്ചേക്കുക. അതിനുശേഷം രാവിലെ നിങ്ങൾ എഴുന്നേറ്റതിന് ശേഷം ആ വെള്ളം അങ്ങോട്ട് വെറും വയറ്റിൽ കുടിക്കുക. രാത്രി നിങ്ങൾക്ക് തിളപ്പിച്ച് വെക്കാനായിട്ടുള്ള ഒരു സമയം നിങ്ങൾ കണ്ടെത്തണം. എന്നാലേ നിങ്ങൾക്ക് പ്രഗ്നന്റ് ആകാനായിട്ട് സാധിക്കുള്ളൂ കേട്ടോ. അടുത്തതായിട്ട് നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത് കരിഞ്ജീരകം. കരിഞ്ജീരകം നിങ്ങൾ എല്ലാവരും കണ്ടിട്ടുണ്ടാകും. ബ്ലാക്ക് സീഡ് എന്നാണ് അതിന്റെ പേര്. നമ്മൾ കരിഞ്ജീരകം നമുക്ക് മേടിക്കാനായിട്ട് കിട്ടും. അപ്പോൾ ഈ കരിഞ്ജീരകം നമ്മൾ ഉപയോഗിക്കുന്നത് നമ്മുടെ എഗ് ക്വാളിറ്റി ഇൻക്രീസ് ചെയ്യുന്നതിനും അതുപോലെ തന്നെ നമ്മുടെ റീപ്രൊഡക്റ്റീവ് ഹെൽത്ത് ഇൻക്രീസ് ചെയ്യുന്നതിനുമാണ്. റീപ്രൊഡക്റ്റീവ് ഹെൽത്ത് ഇൻക്രീസ് ചെയ്യുന്ന എന്ന് പറയുമ്പോഴേക്കും നമ്മുടെ ഒരുപാട് റീപ്രൊഡക്റ്റീവ് സിസ്റ്റംസ് അവിടെ കണക്ട് ആവും. നമ്മുടെ ഫലോപ്പിയൻ ട്യൂബ്, നമ്മുടെ ഓവറീസ്, നമ്മുടെ യൂട്രസ്, അതുപോലെ നമ്മുടെ സെർവിക്സ്, നമ്മുടെ വജൈന, ഇങ്ങനെയുള്ള ഒരുപാട് ഭാഗങ്ങളെ അവിടെ എഫക്റ്റീവ് ആക്കാനായിട്ട് ഈ കരിഞ്ജീരകം ഉപയോഗിക്കുന്നത് നിങ്ങളെ സഹായിക്കുന്നു.
ഈ കരിഞ്ജീരകവും ഞാൻ ഈ പറഞ്ഞതുപോലെ തന്നെ നമ്മൾ കുതിർത്താൻ വെക്കുകയോ അതല്ലെങ്കിൽ കരിഞ്ജീരകം ഡയറക്റ്റ് ആയിട്ട് ഇട്ടിട്ട് ഒരു നുള്ളു കരിഞ്ജീരകം നമ്മൾ കുതിർത്താനായിട്ട് വെക്കേണ്ട ആവശ്യമില്ല കേട്ടോ. കാരണം ഒരു നുള്ളു നമുക്ക് മതി, ഒരു പിഞ്ച് കരിഞ്ജീരകം നമുക്ക് മതി. അതെടുത്തിട്ട് നമ്മൾ വെള്ളം തിളപ്പിക്കുക. ഞാൻ ഈ പറഞ്ഞതുപോലെ തന്നെ 2 ഗ്ലാസ് വെള്ളം 1 ഗ്ലാസ് ആയിട്ട് ചുരുങ്ങുന്നത് വരെ നിങ്ങൾ തിളപ്പിക്കുക. ഈ 1 ഗ്ലാസ് ആയിട്ട് കുടിക്കാൻ പറ്റുന്നില്ലെങ്കിൽ നിങ്ങൾ 1/2 ഗ്ലാസ് ആയിട്ട്, അപ്പോൾ 1 ഗ്ലാസ് വെള്ളം നിങ്ങൾ എടുത്തു കഴിഞ്ഞാൽ അത് 1/2 ഗ്ലാസ് ആയിട്ട് ചുരുങ്ങുന്നത് വരെ നിങ്ങൾ നല്ലതുപോലെ ഇട്ട് തിളപ്പിക്കുക കേട്ടോ. അത് തിളപ്പിക്കുമ്പോഴേക്കും അതിന്റെ കണ്ടൻസ് ഒക്കെ ധാരാളം കിട്ടും. നമ്മൾ കുറച്ച് വെള്ളത്തിൽ അത് തിളപ്പിക്കുമ്പോഴേക്കും അതിന്റെ ഗുണങ്ങൾ ഒരുപാട് അതിലോട്ട് ആ വെള്ളത്തിലോട്ട് എത്തുന്നതിന് അത് കാരണമാവണം. ഇത് നമ്മുടെ റീപ്രൊഡക്റ്റീവ് ഹെൽത്ത് ഇൻക്രീസ് ചെയ്യാനായിട്ട് ഒരുപാട് സഹായിക്കുന്ന ഒരു ഭക്ഷണ പദാർത്ഥമാണ്. അതുപോലെ തന്നെ നിങ്ങൾക്ക് തലേ ദിവസം ഇത് തിളപ്പിച്ചെടുത്ത് വെക്കുക. നമ്മൾ 1 കലം വെള്ളത്തിൽ ഇത് തിളപ്പിച്ച് കുടിക്കരുത് കേട്ടോ. കാരണം അങ്ങനെ തിളപ്പിച്ച് കുടിച്ചു കഴിഞ്ഞാൽ അതിന്റെ ബെനിഫിറ്റ് നമുക്ക് കിട്ടില്ല. അതുപോലെ തന്നെ നമ്മളുടെ ഇമ്മ്യൂണിറ്റി വർദ്ധിപ്പിക്കുന്നതിനും ഇത് ഒരുപാട് സഹായിക്കുന്നുണ്ട് കേട്ടോ. മൂന്നാമതായിട്ട് നമുക്ക് ഉപയോഗിക്കാനായിട്ട് സാധിക്കുന്നത് പെരുംജീരകമാണ്. പെരുംജീരകം എന്ന് പറയുമ്പോൾ 2 ടൈപ്പ് ജീരകം ഉണ്ടല്ലോ, കുഞ്ഞു ജീരകവും പെരുംജീരകവും. ഈ പെരുംജീരകവും നിങ്ങൾ പ്രഗ്നന്റ് ആകാനായിട്ട് സഹായിക്കുമ്പോൾ ട്രൈ ചെയ്യുന്ന സമയത്ത് ഒരുപാട് ബെനിഫിറ്റ് നമുക്ക് കൊണ്ടുവരുന്നുണ്ട്. നമ്മുടെ ഫോളിക്കിൾസ് വളരാൻ വേണ്ടിയിട്ട് ഇത് സഹായിക്കുന്നുണ്ട്. നമ്മുടെ എഗ് ക്വാളിറ്റി ഇൻക്രീസ് ചെയ്യാനായിട്ട് ഇത് സഹായിക്കുന്നുണ്ട്. നമ്മുടെ ഫോളിക്കിൾസ് കൃത്യമായിട്ട് വളർന്ന് നാച്ചുറലി അത് പൊട്ടിക്കഴിഞ്ഞാൽ നമ്മളുടെ ശരീരത്തിലെ ഫെർട്ടിലിറ്റി സംബന്ധമായിട്ടുള്ള ഒരു പ്രശ്നങ്ങൾക്ക് ഒരു ചെറിയൊരു പരിഹാരം നമുക്ക് അവിടെ കിട്ടും. നാച്ചുറലായിട്ട് ഈ ഫോളിക്കിൾസ് വളർന്നത് പൊട്ടുന്നത് കൊണ്ട് അതിന് ക്വാളിറ്റീസ് ഉണ്ടാകും എന്ന് നമുക്ക് ഉറപ്പിക്കാനായിട്ട് സാധിക്കും. അങ്ങനെ വരുന്ന സമയത്ത് നമുക്ക് പ്രഗ്നൻസിയും അവിടെ ഈസിലി നമുക്ക് കിട്ടും. അപ്പൊ അതുകൊണ്ട് തന്നെ നിങ്ങൾ പെരുംജീരകവും ആണെങ്കിലും ഒരു പിഞ്ചെടുത്തിട്ട് നമ്മളത് തിളപ്പിക്കാനായിട്ട് വെക്കുക. ഞാൻ ഈ പറഞ്ഞതുപോലെ തന്നെ 2 ഗ്ലാസ് എടുത്തു കഴിഞ്ഞാൽ അത് 1 ഗ്ലാസ് ആയിട്ട് ചുരുങ്ങുന്ന രീതിക്ക് നിങ്ങൾ തിളപ്പിച്ചെടുത്ത് കുടിക്കുക കേട്ടോ. അടുത്തതെന്ന് പറയുന്നത് കറുവപ്പട്ടയാണ്. നമ്മുടെ എല്ലാവരുടെയും കിച്ചണിൽ അവൈലബിൾ ആയിട്ടുള്ള ഒരു സാധനമാണ് കറുവപ്പട്ട എന്ന് പറയുന്നത് കേട്ടോ. ഇത് നമുക്ക് പീരിയഡ്സിന്റെ പ്രോബ്ലം ഉള്ളവർക്കും അതുപോലെ PCOD ഉള്ളവർക്കും എഗ് ഗ്രോത്ത് ഉണ്ടാവാൻ വേണ്ടിയിട്ടും ഒക്കെ ഇത് ഒരുപാട് സഹായിക്കുന്നുണ്ട് കേട്ടോ. ഇനി PCOD ഇല്ലെങ്കിലും അതുപോലെ എഗ് ഗ്രോത്ത് ഉണ്ടാകുന്നുള്ള സംശയമുള്ളവർക്കും ഒക്കെ ഇത് കുടിക്കാവുന്നതാണ്. ഓവുലേഷൻ നടക്കാൻ വേണ്ടിയിട്ട് നമ്മൾ എളുപ്പത്തിൽ പ്രഗ്നന്റ് ആകാനായിട്ട് കറുവപ്പട്ട വെള്ളം നമ്മൾ തിളപ്പിച്ച് കുടിക്കുന്നത് നല്ലതാണ്. നമ്മൾ കറുവപ്പട്ട പൊടിച്ചതിന് ശേഷം അത് വെള്ളത്തിലിട്ട് തിളപ്പിച്ച് അതിപ്പോൾ അരിക്കാനുണ്ടെങ്കിൽ അത് അരിച്ചതിന് ശേഷം നമുക്കത് കുടിക്കാവുന്നതാണ്. അരിച്ചിട്ടില്ലെങ്കിലും അരിക്കാതെ നിങ്ങൾക്ക് കുടിക്കാവുന്നതാണ്. അല്ലെങ്കിൽ ഒരു കറുവപ്പട്ട എടുത്തിട്ട് പയ്യെ ഒന്ന് ചതച്ചതിന് ശേഷം അത് വെള്ളത്തിലിട്ട് തിളപ്പിച്ച് നിങ്ങൾക്ക് കുടിക്കാവുന്നതാണ് കേട്ടോ. ഇതും നിങ്ങളുടെ ഫെർട്ടിലിറ്റി ഇൻക്രീസ് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരുപാട് സഹായിക്കുന്നുണ്ട്. നാലാമതായിട്ട് നിങ്ങൾക്ക് ചെയ്യാൻ സാധിക്കുന്നത് നമ്മുടെ ചാനലിൽ ഒരുപാട് പേര് ഫോളോ ചെയ്തിട്ട് പ്രഗ്നന്റ് ആയിട്ടുള്ള ഒരു ടിപ്പാണ് കേട്ടോ, ഗ്രാമ്പൂ വാട്ടർ. എനിക്കറിയില്ല ഈ ഗ്രാമ്പൂ വാട്ടർ വെച്ചിട്ട് എത്രത്തോളം പേര് പ്രഗ്നന്റ് ആയി എന്ന് പറഞ്ഞു നമ്മൾ ശരിക്കും വിശ്വസിക്കാൻ പറ്റില്ല. കാരണം ഇത്രയധികം ബെനിഫിറ്റ് ദൈവമേ കിട്ടുന്നുണ്ടല്ലോ എന്ന് നമ്മൾ മനസ്സുകൊണ്ട് ചിന്തിച്ചു പോകും. ഗ്രാമ്പൂ വാട്ടർ ഒരു മിറാക്കിളാണ്. ഗ്രാമ്പൂ വാട്ടർ കുടിച്ചിട്ടാണ് ഞങ്ങൾ പ്രഗ്നന്റ് ആയത്. 1 മന്തേ ചേച്ചി കുടിച്ചുള്ളൂ, ഞങ്ങൾ പ്രഗ്നന്റ് ആയ ചേച്ചി ഒരുപാട് നന്ദി, ഇങ്ങനെ പറയുന്ന ഒരുപാട് പേരുണ്ട്. ഈ ഗ്രാമ്പൂ എന്ന് പറയുന്നത് നമുക്ക് ഈസിലി അവൈലബിൾ ആയിട്ടുള്ള ഒരു സ്പൈസസ് ആണ്. അത് നമുക്ക് എടുത്തിട്ട് ഒരു 2 ഗ്രാമ്പ് നമ്മൾ എടുത്താൽ മതി. 2 ഗ്രാമ്പ് എടുത്തിട്ട് നമ്മൾ അത് തിളപ്പിക്കുക. 2, 3, 4, 3 ഗ്രാമ്പ് മതിയാവും. അതെടുത്ത് തിളപ്പിച്ചതിന് ശേഷം അത് കുതിർത്താൻ വെച്ചിട്ട് തിളപ്പിക്കുന്നത് നല്ലതായിരിക്കും. അതിന്റെ ഗുണങ്ങൾ കൂടുതലായിട്ട് നമ്മളിലോട്ട് ഇങ്ങടെത്തും. അതിനുശേഷം അത് നമ്മൾ തിളപ്പിച്ചതിന് ശേഷം രാവിലെ നമ്മൾ വെറും വയറ്റിൽ ഈ ഒരു വെള്ളം കുടിക്കുന്നതും നിങ്ങളെ ഫെർട്ടിലിറ്റി ഇൻക്രീസ് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരുപാട് സഹായിക്കും കേട്ടോ. അപ്പൊ ഈ 4 കാര്യങ്ങൾ നിങ്ങൾ ഏറ്റവും കൂടുതൽ ഫോളോ ചെയ്യേണ്ടത് പീരിയഡ്സിന്റെ ബ്ലീഡിങ് നിന്നതിന് ശേഷം ആ ഒരു ഓവുലേഷൻ ദിവസം വരെയാണ്. അതിനുശേഷം അതിനപ്പുറത്തേക്ക് നിങ്ങളിത് ഫോളോ ചെയ്യേണ്ട ആവശ്യമില്ല. ഏത് ഡ്രിങ്ക് ആയാലും നിങ്ങൾ ഫോളോ ചെയ്യേണ്ട ആവശ്യമില്ല. ഇനി 5 ടിപ്പ് ഉണ്ടെന്ന് പറഞ്ഞല്ലോ. 5ാമത്തെ ടിപ്പ് എന്ന് പറയുന്നത് നിങ്ങൾക്ക് ഏത് സമയത്ത് വേണമെങ്കിലും ഫോളോ ചെയ്യാൻ സാധിക്കുന്ന ഒരു ടിപ്പാണ്. ഇത് ഉണക്കമുന്തിരി വെള്ളത്തിലിട്ട് കുടിക്കുന്നതാണ് കേട്ടോ. ഉണക്കമുന്തിരി വെള്ളത്തിലിട്ട് കുടിക്കുന്നത് നമ്മളുടെ ശരീരത്തിലെ ബ്ലഡ് സെൽസ് പ്രൊഡ്യൂസ് ചെയ്യുന്നതിനും നമ്മളിൽ ഉണ്ടാകുന്ന അയൺ ഡെഫിഷ്യൻസീസ് ക്യൂർ ചെയ്യുന്നതിനും ഇത് സഹായിക്കുന്നു. അയൺ നമ്മളുടെ ശരീരത്തിൽ കൃത്യമായിട്ടുണ്ടെങ്കിൽ മാത്രമേ ബ്ലഡ് സെൽസിന്റെ അതായത് റെഡ് ബ്ലഡ് സെൽസിന്റെ പ്രൊഡക്ഷൻ ഒക്കെ നമ്മളുടെ ശരീരത്തിൽ കൃത്യമായിട്ട് നടക്കുകയുള്ളൂ. ബ്ലഡ് സെൽസിന്റെ പ്രൊഡക്ഷൻ നടന്നാൽ മാത്രമേ അതിലൂടെ വിറ്റമിൻ സപ്ലൈ നമ്മളുടെ ശരീരത്തിൽ ഉണ്ടാവുകയുള്ളൂ. ന്യൂട്രിയൻ സപ്ലൈ നമ്മുടെ ശരീരത്തിൽ കൃത്യമായിട്ട് വന്നാലേ നമ്മളുടെ ശരീരത്തിലെ ഓരോ ഭാഗത്തിനും കൃത്യമായിട്ട് വർക്ക് ചെയ്യാനായിട്ട് സാധിക്കുള്ളൂ. അത് നമ്മൾ കേവലം ഈ ഒരു ടിപ്പ് ഫോളോ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് കിട്ടുന്നതായിരിക്കും. നിങ്ങൾ കുറച്ചൊരു ഉണക്കമുന്തിരി എടുത്തിട്ട് നിങ്ങൾക്ക് കഴിക്കാൻ പറ്റുന്ന ഒരു 5 or 6 ഉണക്കമുന്തിരി എടുത്തിട്ട് നിങ്ങൾ തലേ ദിവസം അത് വെള്ളത്തിലിട്ട് വെക്കുക. അല്ലെങ്കിൽ നിങ്ങൾ എപ്പോഴാണോ കുടിക്കാൻ പോകുന്നത് അതിനേക്കാൾ ഒരു 6-7 മണിക്കൂർ മുമ്പെങ്കിലും നിങ്ങളത് കുതിർത്താനായിട്ട് വെക്കുക. നമ്മളത് കുതിർത്താനായിട്ട് വെക്കുമ്പോഴേക്കും ഇത് പയ്യെ ഇങ്ങനെ വെള്ളം കുടിച്ച് ഇങ്ങനെ വീർത്ത് വരും. അതിനുശേഷം കുറച്ച് വെള്ളം നിങ്ങൾ ഒഴിക്കുക കേട്ടോ. നിങ്ങളിപ്പോൾ ഒരു 5 or 6 ഉണക്കമുന്തിരിയാണ് നിങ്ങൾ എടുക്കുന്നതെങ്കിൽ അതിലൊരു 1/4 ഗ്ലാസ് വെള്ളം അതൊന്ന് മുങ്ങി കുറച്ചും കൂടി ഒന്ന് പൊങ്ങി നിൽക്കുന്ന രീതിക്ക് നിങ്ങൾ വെള്ളം ഒഴിക്കുക. അതിനുശേഷം നിങ്ങൾ വെറും വയറ്റിൽ രാവിലെയോ അല്ലെങ്കിൽ നിങ്ങൾ എപ്പോഴാണ് ഭക്ഷണം കഴിച്ചു കഴിഞ്ഞിട്ട് ഇടയ്ക്ക് രാവിലത്തെ ഒരു ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചിട്ട് ഉച്ചക്കത്തെ ഒരു ലഞ്ച് കഴിക്കുന്നതിന് ഇടയ്ക്കില്ല നിങ്ങൾക്ക് വിശപ്പ് വരുന്നൊരു സമയം ഉണ്ടാവുമല്ലോ. ആ സമയത്താണെങ്കിൽ നിങ്ങൾ ഈ വെള്ളം അങ്ങനെ തന്നെ കുടിക്കുക. വെള്ളവും കുടിക്കുക, ഉണക്കമുന്തിരിയും കഴിക്കുക. നിങ്ങൾ ഒരുപാട് ബെനിഫിറ്റ് കിട്ടുന്നതിന് അത് സഹായിക്കുന്നു.
നമ്മളുടെ ശരീരത്തിൽ കൃത്യമായിട്ടുള്ള ബ്ലഡ് സർക്കുലേഷൻ ഉണ്ടെങ്കിൽ മാത്രമേ ആ ഒരു ഇംപ്ലാന്റേഷൻ നടന്നാലും അതുപോലെ ഓവുലേഷൻ നടന്നാലും ഒക്കെ ആ ഒരു പ്രോസസ്സ് കൃത്യമായിട്ട് നടക്കുകയുള്ളൂ. നമ്മളുടെ ശരീരത്തിൽ ആ ഫോളിക്കിൾസ് വളരാൻ വേണ്ടിയിട്ടുള്ള ബ്ലഡ് സർക്കുലേഷൻ കൃത്യമായി എത്തിയാൽ മാത്രമേ നമ്മളുടെ ഈ വെള്ളമൊക്കെ കുടിച്ചിട്ട് നമ്മളുടെ ശരീരത്തിലോട്ട് എത്തുന്ന ന്യൂട്രിയൻസിനെ ആ ഫോളിക്കിൾസിന് കൊണ്ടുപോയി കൊടുക്കാനായിട്ട് നമ്മളുടെ ശരീരത്തിന് സാധിക്കുകയുള്ളൂ. അതുപോലെ എൻഡോമെട്രിയൽ ലൈനിങ് കൃത്യമായിട്ട് വളരണമെങ്കിൽ അവിടെയും ബ്ലഡ് സർക്കുലേഷൻ കൃത്യമായിട്ടുള്ള രീതിക്ക് എത്തണം. അതുപോലെ തന്നെ ഇംപ്ലാന്റേഷൻ സക്സസ്ഫുൾ ആവണമെങ്കിൽ അവിടെയും നമുക്ക് ബ്ലഡ് സർക്കുലേഷൻ കൃത്യമായിട്ടുള്ള രീതിക്ക് എത്തണം. ഇതെല്ലാം കൃത്യമായിട്ട് നടക്കാൻ വേണ്ടിയിട്ട് നമ്മളുടെ ശരീരത്തിൽ രക്തം വേണം, അയേൺ വേണം. ഇതിന് വേണ്ടിയിട്ട് ഈ ഉണക്കമുന്തിരി കുടിക്കുന്നത് നിങ്ങളെ സഹായിക്കുന്നു. ഉണക്കമുന്തിരി നല്ലതുപോലെ കഴിക്കിയതിന് ശേഷം മാത്രം നിങ്ങൾ വെള്ളത്തിലിട്ട് കുതിർത്താനായിട്ട് വെക്കാട്ടോ. കാരണം ഇത് കുതിർത്തിയതിന് ശേഷം നമ്മൾ ആ വെള്ളം അങ്ങോട്ട് കളയില്ല, നമ്മൾ ആ വെള്ളം കൂടി കുടിക്കുന്നത് നല്ലതാണ്. കുറച്ച് നല്ല മധുരമൊക്കെ ഉള്ള വെള്ളമായിരിക്കും, അത് നിങ്ങൾക്ക് കുടിക്കാം കേട്ടോ. പീരിയഡ്സിന്റെ സമയം മുതൽ ഏത് സമയത്ത് വേണമെങ്കിലും എത്ര ദിവസം വേണമെങ്കിലും നിങ്ങൾക്ക് എടുത്ത് കുടിക്കാവുന്നതാണ് കേട്ടോ. അപ്പൊ ഈ കാര്യങ്ങൾ നിങ്ങൾ മസ്റ്റ് ആയിട്ട് ശ്രദ്ധിക്കാം. ബാക്കി തുടക്കത്തിൽ ഞാൻ ഈ പറഞ്ഞ 4 ഡ്രിങ്ക്സും നിങ്ങൾക്ക് എടുക്കേണ്ടത് പീരിയഡ്സിന്റെ ബ്ലീഡിംഗ് നിൽക്കുന്ന ആ ഒരു ദിവസം മുതൽ ഓവുലേഷൻ നടക്കുന്ന ആ ഒരു ദിവസം വരെ മാത്രമാണ്. സാധാരണയായിട്ട് നമ്മൾ പീരിയഡ്സിന്റെ ഫസ്റ്റ് ഡേ മുതൽ ആ ഒരു 7th ഡേ വരെ നമ്മൾ ഉപയോഗിക്കുന്നത് ഇഞ്ചി ഇട്ട് തിളപ്പിച്ച വെള്ളമാണ്. ഞാൻ ചാനലിൽ ഒരുപാട് പേരോട് പറയാനുണ്ട് നിങ്ങൾ ഇഞ്ചി ഇട്ട് തിളപ്പിച്ച വെള്ളം കുടിക്കാനായിട്ട്. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇഞ്ചി നമ്മുടെ യൂട്രസ് അങ്ങ് ക്ലിയർ ചെയ്യുന്നതിന് സഹായിക്കുന്നു, ക്ലീൻ ചെയ്യുന്നതിന് വേണ്ടി സഹായിക്കുന്നു. ആ ഒരു പ്രോസസ്സിൽ അതിന് മുൻപത്തെ പീരിയഡ്സിൽ ഉണ്ടായിട്ടുള്ള ആ എൻഡോമെട്രിയൽ ടിഷ്യൂസ് ഒക്കെ കംപ്ലീറ്റ് ആയിട്ട് പോകുന്നതിനും അതുപോലെ തന്നെ അതിന് വേണ്ടിയിട്ടുള്ള കളക്ട് ചെയ്ത് വെച്ചിട്ടുള്ള ബ്ലഡ് ഒക്കെ കൃത്യമായിട്ട് അങ്ങനെ ശരീരത്തിൽ നിന്ന് പോകുന്നതിന് ഈ ഇഞ്ചിയിട്ട് വെള്ളം കുടിക്കുന്നത് നിങ്ങളെ സഹായിക്കുന്നു. അതുകൊണ്ടാണ് അതിന് ശേഷം മാത്രം നിങ്ങൾ അതെല്ലാം ട്രൈ ചെയ്യാനായിട്ട് പറയുന്നത് കേട്ടോ. ഇത്രയേ ഉള്ളൂ വീഡിയോ. യൂസ്ഫുൾ ആയി കാണുമെന്ന് വിശ്വസിക്കുന്നു. യൂസ്ഫുൾ ആവുന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഫ്രണ്ട്സിനൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കുക കേട്ടോ. എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ നിങ്ങൾ കമന്റ്സിൽ ചോദിക്കുക. പണ്ടത്തെ വീഡിയോയ്ക്ക് കമന്റ്സ് ഇടുന്നവർക്ക് റിപ്ലൈ ലഭിക്കുന്നില്ലെങ്കിൽ ലേറ്റസ്റ്റ് ആയിട്ട് ഞാൻ ഏത് വീഡിയോ ആണോ അപ്ലോഡ് ചെയ്യുന്നത് അതിന് താഴെ കമന്റ് ഒന്ന് കോപ്പി പേസ്റ്റ് ചെയ്യാനായിട്ട് ശ്രദ്ധിക്കുക കേട്ടോ. അതുപോലെ ഓവുലേഷൻ ഡേറ്റ് കാൽക്കുലേറ്റ് ചെയ്ത് തരാനായിട്ട് റിക്വസ്റ്റ് ചെയ്യുന്ന ആളുകൾ എത്രയാണോ സൈക്കിൾ ലെങ്ത് അത് മെൻഷൻ ചെയ്യാനായിട്ട് ശ്രദ്ധിക്കുക. സൈക്കിൾ ലെങ്ത് എന്നതുകൊണ്ട് ഉദ്ദേശിച്ചത് ഓരോ മാസവും എത്ര ദിവസം കൂടുമ്പോഴാണോ ബ്ലീഡിങ് വരുന്നത് അതാണ് സൈക്കിൾ ലെങ്ത്. കഴിഞ്ഞ മാസം ഒരു 8-ാം തീയതിയാണ് ബ്ലീഡിങ് ആയതെങ്കിൽ ഈ മാസം 6-ാം തീയതിയാണ് ബ്ലീഡിങ് ആയതെങ്കിൽ കഴിഞ്ഞ മാസം 8-ാം തീയതി മുതൽ ഈ മാസം 6-ാം തീയതി വരെ എത്ര ദിവസമുണ്ടോ അത് കാലണ്ടറിൽ എണ്ണി തിട്ടപ്പെടുന്നതാണ് നിങ്ങളുടെ സൈക്കിൾ ലെങ്ത്. സൈക്കിൾ ലെങ്ത് നമ്മൾ കൃത്യമായിട്ട് കാൽക്കുലേറ്റ് ചെയ്യുകയാണെങ്കിൽ ഓവുലേഷൻ ഡേറ്റ് എളുപ്പത്തിൽ കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട് ഒരുപാട് ആപ്ലിക്കേഷൻസും ഒരുപാട് ഓൺലൈൻ ആയിട്ടുള്ള വെബ്സൈറ്റുകളും ഇന്ന് നമുക്ക് അവൈലബിൾ ആണ്. പ്ലേ സ്റ്റോറിൽ പോയിട്ട് ഓൺലൈൻ ഓവുലേഷൻ ട്രാക്കർ എന്ന് ടൈപ്പ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് അതുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള ആപ്ലിക്കേഷൻസ് കിട്ടും. അത് പറ്റുന്നില്ല എങ്കിൽ ഗൂഗിളിൽ പോയിട്ട് ഓൺലൈൻ ഓവുലേഷൻ കാൽക്കുലേറ്റർ എന്ന് ടൈപ്പ് ചെയ്ത് കഴിഞ്ഞാൽ അതുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള വെബ്സൈറ്റുകൾ നിങ്ങൾക്ക് കിട്ടും. അതിൽ നിങ്ങളുടെ ലാസ്റ്റ് മന്തിലെ മെൻസ്ട്രേഷൻ്റെ ഡേറ്റും ഒപ്പം ഞാൻ ഈ പറഞ്ഞ രീതിക്ക് നിങ്ങൾ കാൽക്കുലേറ്റ് ചെയ്യുന്ന സൈക്കിൾ ലെങ്ത്തും എൻ്റർ ചെയ്ത് കൊടുക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് കൃത്യമായിട്ട് ഓവുലേഷൻ ഡേറ്റ് കണ്ടുപിടിക്കാനായിട്ട് സാധിക്കും. ഫെർട്ടൈൽ ടൈം പീരീഡും നിങ്ങൾക്ക് കിട്ടും. അതായത് എത്ര ദിവസം മുതൽ കോൺടാക്ട് ചെയ്ത് തുടങ്ങിക്കഴിഞ്ഞാൽ നിങ്ങൾ പ്രഗ്നൻ്റ് ആകും എന്നുള്ളൊരു ഡേറ്റും നിങ്ങൾക്ക് പ്രോപ്പറായിട്ട് കിട്ടും കേട്ടോ. ഇത് കാൽക്കുലേറ്റ് ചെയ്യുന്ന സമയത്ത് സൈക്കിൾ ലെങ്ത് കാൽക്കുലേറ്റ് ചെയ്യുന്ന സമയത്ത് നിങ്ങളുടെ ആ ഒരു കലണ്ടറിൽ നോക്കി തന്നെ നിങ്ങൾ കാൽക്കുലേറ്റ് ചെയ്യുക. പല മാസങ്ങളിലും 30-31 ദിവസമുണ്ട്, അതുകൊണ്ടാണ് അങ്ങനെ പറഞ്ഞത്. ഒപ്പം നിങ്ങൾക്ക് ബ്ലീഡിങ് തുടങ്ങിയ ദിവസത്തിന് വേണം നിങ്ങൾ ഡേ 1 ആയിട്ട് എടുക്കാൻ വേണ്ടിയിട്ട്. സ്പോട്ടിങ് തുടങ്ങിയ ദിവസത്തിനെ അതായത് ചെറുതായിട്ട് ഡിസ്ചാർജ് പോയി തുടങ്ങിയ ദിവസത്തിനെ നിങ്ങൾ കൺസിഡർ ചെയ്യേണ്ട ആവശ്യം ഇല്ല കേട്ടോ. അപ്പോൾ ഇത്രയേ ഉള്ളൂ വീഡിയോ. അടുത്തൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. ബൈ.